ഹലോ അസ്സലാമലൈക്കും. എവിടെ എല്ലാവരും പോരിട്ട് അന്ന് നമ്മൾ രാത്രിക്കത്തെ ഒരു ഡിന്നറാണ്. അപ്പോൾ അത് ഇന്നത്തെ ഒരു സ്പെഷ്യലായിട്ട് എന്നും ഒരുപോലെയല്ല, അപ്പോൾ ഇന്ന് സ്പെഷ്യലാക്കിയതാണ്. അപ്പോൾ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തുക്കാണ്ട് ഇതാ കരിവേപ്പിൻ്റെയും ചെറിയുള്ളിയും വല്യുള്ളിയും കൂടെ ഇട്ട് കൊടുത്തതാട്ടാ. എന്നിട്ട് അതൊന്ന് നല്ല ഒന്നുകൊണ്ട് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തുക്കാണ്ട് നല്ലോണം വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി കിട്ടണം. അപ്പോൾ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് മതി, അതും കൂടെ ഇട്ടിട്ട് നല്ല വഴറ്റിയതിന് ശേഷം ഇതാ കുറച്ച് മല്ലിച്ചപ്പാണ് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടിയത്. അപ്പോൾ മട്ടൺ മസാലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇനി മട്ടൺ മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല ഇട്ട് കൊടുത്താലും മതി. നമുക്ക് എത്രക്ക് ഗ്രേവി വേണം അതിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. അതും നല്ല ഒന്ന് ആ പച്ചമണം മാറി കിട്ടണം, നല്ല വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഇതാ ഞാൻ ടൊമാറ്റോ സോസാണ് കേട്ടോ. ഇനി കച്ചപ്പാണെങ്കിലും ഒഴിച്ച് കൊടുക്കുക. അതും അതുപോലെ ആ പച്ചച്ചോയ മാറുന്നവരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതാ കാട ഫ്രൈ ചെയ്ത് വെച്ചതാണ് ഞാൻ. ചിക്കൻ ചില്ലി പൊടി ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് വെച്ചതാണ്. ഇത് അതിൽ കിടന്ന് നല്ല ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല വറ്റി വന്നിട്ടുണ്ട്. ഇങ്ങനെ ആക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ് കാട. ഇതുപോലെ ഉണ്ടാക്കി നോക്കോണ്ടി. പിന്നെ ഇതാ ഞാനിതാ കുറുമ ഉണ്ടാക്കാൻ ഉരുളക്കിഴങ്ങും ക്യാരറ്റ് ബീൻസും കൂടെ പൊടിയാക്കി നുറുക്കിയിട്ട് ഉപ്പിട്ടുകാണ്ട് ഇതൊന്ന് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഇത്രയേ ഉള്ളൂ, വേറെ പണിയൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത്. നമുക്ക് ചപ്പാത്തിക്കോ പൊറാട്ടക്കോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കടിക്കൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചട്ടിക്ക്. അപ്പോൾ ഈ വെളിച്ചെണ്ണ കട്ടായ കാരണം ഇങ്ങനെ ചൂടാവാൻ വേണ്ടി വെച്ചത് ചെയ്യുന്നിട്ടാ. അപ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകുമാണ്, വെളുത്തുള്ളി ഇല്ല. പൊടിയാക്കി നുറുക്കണം. നല്ലോണം പൊടിയാക്കി നുറുക്കിയതിന് ശേഷം ചെറിയ ഉള്ളിയാണ്, അതും പൊടിയാക്കി നുറുക്കിയിട്ട് ഇതും കൂടെ ഇട്ടിട്ട് നല്ല മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതും നല്ല മൂപ്പിച്ചെടുത്തതിൻ്റെ ശേഷം ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. വേറെ ഒന്നുമില്ല, നമ്മൾ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ല ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ. ഇതുപോലെ ഉണ്ടാക്കി നോക്കൊണ്ടി, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് മല്ലിച്ചപ്പാണ്, ഇതിലേക്ക് മല്ലിച്ചപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച കിഴങ്ങും ബീൻസും ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് തേങ്ങയാണ് കേട്ടോ. തേങ്ങ വറുത്തുകാണ്ട് അതിക്ക് കസ്കസ് ഇട്ടിട്ട് നമ്മൾ നട്ട്സ് ഇട്ടുകാണ്ടാണ് ഇത്. നട്ട്സ് പറഞ്ഞാൽ നമുക്ക് ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ അണ്ടിപ്പരിപ്പോ ബാദാമോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ജീരകം അതുപോലെ തന്നെ പെരിഞ്ജീരകം വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക, ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് ബാദാം അങ്ങനെ ഇട്ട് കൊടുത്താലും മതി. ഇപ്പം ഇത് ഞാൻ മൈദ കുറച്ച് എടുത്തുകാണ്ട് ഇതുപോലെ കുറച്ച് നെയ്യ് ഇട്ടുകാണ്ട് മുട്ട ഇട്ടുകാണ്ട് ഇതുപോലെ ഒന്ന് കുഴച്ച് വെച്ചതേന്ന്. അപ്പോൾ നമ്മൾ ഉച്ചക്കൊക്കെ കുഴച്ച് വെച്ചാൽ നല്ല ഇതുപോലെ പൊങ്ങി വരും കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുറച്ച് ചപ്പാത്തിയും കൂടെ ഉണ്ട്. അപ്പോൾ ചപ്പാത്തി എണ്ണ ഇല്ലാതെ ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ബീഫ് പൊറോട്ടൻ്റെ പോലെ നല്ല നൈസായിട്ട് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. പൊറോട്ടനേക്കാളും ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ കേട്ടോ. അപ്പോൾ ഇന്നത്തെ രാത്രികൾക്ക് ഇതൊക്കെയാണ്, ചപ്പാത്തി ഇതൊക്കെയാണ് കേട്ടോ ഡിന്നറിന്. അപ്പോൾ എന്നും ഒരുപോലെ ആവുമ്പോൾ എന്നൊരു വ്യത്യാസമായിട്ട് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കൊണ്ടി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് കമൻറ്റ് പറയൂ.